നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ നമ്മൾ കാണുന്ന ലക്ഷ്മി അമ്മയുടെ പൂർണിമ ആ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാണ്. വേണുവാണ് സേതുവിനെ ആക്രമിക്കാനായിട്ട് വന്നേ. വേണു അയച്ച ഗുണ്ടകളൊക്കെയാണ്. അതുകൊണ്ട് എന്റെ മോനെ എനിക്ക് ജീവനോടെ വേണം. എന്റെ മോൻ ഒരു ആപത്തും വന്നുകൂടാ. എന്റെ മോൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഒന്നും ഇരിക്കില്ല. വളർത്തമ്മ പെറ്റമ്മയോട് പറയുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിന് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ് ലക്ഷ്മി. കേട്ടതുപോലും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം വേണുവേട്ടനായിരുന്നു ഇതിന്റെ എല്ലാം പിന്നില്. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പൂർണിമയോട് പറഞ്ഞു, പൂർണിമ, ഈ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. വേണുവേട്ടൻ അയച്ച ഗുണ്ടകളാ വന്നതെന്നൊന്നും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് ഞാൻ ആ സത്യങ്ങളൊക്കെ മനസ്സിലാവുന്നേ. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് വേണുവേട്ടൻ വെല്ലുവിളിച്ചിട്ട് പോയായിരുന്നു. പക്ഷെ ഞാൻ എന്നിട്ടും കരുതിയില്ല സേതുവിനെ ഇല്ലാതാക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുമെന്ന്. കാരണം സേതുവിനോട് വൈരാഗ്യം തോന്നേണ്ട കാര്യമൊന്നുമില്ല. സേതു ഇതുവരെയായിട്ടും അവർക്കൊരു ഉപദ്രവം ചെയ്തിട്ടും കൂടി ഇല്ല. അത് കേട്ടപ്പോ പൂർണ്ണം പറഞ്ഞു, അതെന്താന്ന് എനിക്കറിയില്ല. ഒരു പക്ഷെ ലക്ഷ്മിനെ ശുശ്രൂഷിക്കുന്നോണ്ടാണോന്നും അറിയില്ല. എന്തൊക്കെയാണല്ലോ ശരി, എന്റെ മോനെ എനിക്ക് വേണം. എന്റെ മോനൊരു പോറൽ സംഭവിക്കാൻ പോലും പാടില്ല. എനിക്ക് ലക്ഷ്മിയോട് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. എനിക്ക് വേറെ ആരോടും പറയാൻ പറ്റില്ലാത്തോണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും പല്ലവി ചായയൊക്കെ ആയിട്ട് വന്നു. ഇതേ പൂർണ്ണാമെന്ന് പറയണം. അങ്ങനെ പൂർണ്ണാമയ്ക്ക് ചായയൊക്കെ കൊടുത്തു. പിന്നീട് ശ്രീഹരി പൂർണ്ണിമയും കൂടെ അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് ലക്ഷ്മിയുടെ കണ്ണൊക്കെ കരഞ്ഞു കലങ്ങിയതുപോലെ ഇരുന്നു. സേതു വെച്ച് എന്താമ്മേ എന്ത് പറ്റിയെന്ന് ചോദിക്കണേ. ഒന്നുമില്ല മോനെന്ന് പറയണ. അല്ല, എന്തോ കാര്യമായിട്ടുണ്ട്. എന്താ പ്രശ്നം? എന്താണെങ്കിലും എന്നോട് പറ. ഒന്നുമില്ലാന്ന് പറഞ്ഞു. കാരണം പറയാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി സേതു. അല്ലെങ്കിൽ തന്നെ സേതു ചോദിക്കാനായിട്ടൊക്കെ നേരത്തെ പോവാനായിട്ടിരുന്ന ലക്ഷ്മിയുടെ കർണത്തടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ലക്ഷ്മി തടഞ്ഞു. ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോവല്ലേന്നും പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോ സേതു അങ്ങോട്ടേക്ക് എന്ന് കയറി കൊടുത്തിട്ടുണ്ടെങ്കിൽ വേണുവേട്ടൻ ചിലപ്പോ തോക്കെടുത്ത് ചിലപ്പോ വെടിവെച്ചെന്നും വരാം. വേണുവേട്ടൻ സ്വഭാവം നന്നായിട്ട് അറിയാം ലക്ഷ്മിക്ക്. അതുകൊണ്ടാണ് ലക്ഷ്മി അത് സേതുവിനോട് പറയാതിരുന്നേ. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സേതു പുറത്തു പോകണ സമയം നോക്കി ലക്ഷ്മി എന്ത് ചെയ്തു? ലക്ഷ്മി മേലെടുത്ത് പോകാൻ തന്നെ തീരുമാനിക്കുകയാണ്. മേലെടുത്ത് പോകാതിരിക്കാൻ പറ്റില്ല. മേലെടുത്തേക്ക് പോകണം. വേണുവേട്ടനെ ഒന്ന് കാണണം. ഈ അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് അറിയണം. അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന കാര്യമല്ല. അല്ല, എന്തിനാ തന്റെ മോനെ ഇനിയും കുരുതി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ചെയ്യേണ്ട കാര്യം വേണുവേട്ടൻ ഇല്ലതാനും. അങ്ങനെ പിന്നീട് ആരും അറിയാതെ ലക്ഷ്മി രണ്ടും കൽപ്പിച്ച് മേലെടുത്തേക്ക് പോവാണ്. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പല്ലവിയാണെങ്കിലും സേതു ആണെങ്കിലും വിടില്ലാന്നറിയാം ലക്ഷ്മിയെ. അതുകൊണ്ട് പറയാതെയാണ് ലക്ഷ്മി അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ സമയം പൂർണ്ണിമ വീട്ടിലേക്ക് വന്നു. ചെന്നിഞ്ഞപ്പത്തിനും അച്ചൂർ ഇതൊക്കെ ഓടി വന്നു. എന്തായി കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുകയാണ്. പൂർണ്ണിമയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. പൂർണ്ണിമയുടെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സേതുവേണ്ട നല്ല മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ശ്രീഹരിയാണ് പിന്നീട് പറയുന്നത്. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇനി എന്താണെങ്കിലും അവര് വീണ്ടും വരുമായിരിക്കും. ഞങ്ങൾ സൂക്ഷിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണിമതി ഇനി ഒരിക്കലും അയാളുടെ ഗുണ്ടകൾ ഉപദ്രവിക്കാൻ വരില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. അതെങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായെന്ന് ചോദിക്കണം. അതൊക്കെ എനിക്ക് അറിയാന്ന് പറയാണ്. പക്ഷെ ഇന്ദ്രൻ പ്രതീക്ഷ പോലെ ലക്ഷ്മി അമ്മയും പൂർണ്ണിമയും തമ്മിൽ ഒരു വാക്പോരാട്ടമൊന്നും അവിടെ ഉണ്ടായില്ല. അതൊക്കെ ഇന്ദ്രനെ വല്ലാതെ ചുടിപ്പിച്ച കാര്യങ്ങളാ. കാരണം അവർ രണ്ടുപേരും കൂടെ തമ്മിൽ അടി വെക്കണമായിരുന്നു. എങ്കിൽ മാത്രം രംഗം ഒന്നുകൂടെ കൊഴുക്കുള്ളൂ. സേതുവിനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം പൂർണിമ. അതൊക്കെയായിരുന്നു ഇന്ദ്രന്റെ ലക്ഷ്യങ്ങൾ. പക്ഷെ അതൊന്നും ഉണ്ടായില്ലല്ലോ. അവന് വയ്യാന്ന് കേട്ട് കഴിഞ്ഞപ്പത്തിനും പൂർണ്ണിമ ഓടിപ്പോവുകയല്ലേ ചെയ്തേ. അതൊക്കെ ഇന്ദ്രന് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു. അല്ലെങ്കിലും ആ ലക്ഷ്മിയമ്മയെങ്കിലും അവനെ അവിടെ നിന്ന് ഓടിക്കണമായിരുന്നു. ഒരിടവും ഇല്ലാതെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കണമായിരുന്നു സേതു. അങ്ങനെ ചിന്തിച്ച ഇന്ദ്രന് നല്ല പണി തന്നെ കിട്ടുവാണ്. കാരണം ലക്ഷ്മിയമ്മയ്ക്ക് പൂർണ്ണിമേനെ മനസ്സിലായി. കാരണം ഇത്രയും കാലം പൂർണ്ണിമയാണ് സേതുവിനെ നോക്കിയത്. സ്വന്തം മകനായിട്ട് കണ്ട് പെറ്റമ്മയല്ല വളർത്തമ്മയായിരുന്നിട്ട് കൂടി. ആ സമയം ലക്ഷ്മി മേലെടുത്ത് വീടിന്റെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്നപ്പോൾ ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുക. ലക്ഷ്മി ഗേറ്റൊക്കെ വളരെ തുറന്നിട്ടിട്ട് അത് അകത്തേക്കൊന്നും കയറിയില്ല. മുറ്റത്ത് തന്നെ നിന്നോളൂ. മുറ്റത്ത് നിന്നിട്ട് ചോദിച്ചു, ഇവിടെ ആരും ഇല്ലേന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോ അകത്തുനിന്ന് വേണുവാണ് ആദ്യം വരുന്നത്. ലക്ഷ്മിനെ കണ്ടു കഴിഞ്ഞപ്പത്തിനും ഒരു വേള വേണു ഒന്ന് അമ്പരന്നു. അപ്പോഴേക്കും പുറകെ ശൈലജ വന്നു. നീയും വീണ്ടും വന്നോ ഇങ്ങോട്ട്? നീ ആള് കൊള്ളാലോടി. ഇപ്പൊ നിന്റെ മകനോടൊപ്പം നീ താമസല്ലേ? കാര്യങ്ങളൊക്കെ വേണുവേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു പറയണ. ഇത് കേട്ടപ്പോ ലക്ഷ്മി ശൈലജനെ നോക്കി. പിന്നീട് വേണുവിനോടായിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളോടാ സംസാരിക്കാനുള്ളേ എന്ന് പറയണേ. നിനക്ക് എന്താടി എന്നോട് പറയാനുള്ളേ? എന്താ നിനക്ക് മനസ്സിലായില്ലല്ലേ? എന്റെ മകൻ സേതുമാധവനെ കൊല്ലാനായിട്ട് നിങ്ങളെ ആളെ അയച്ചില്ലേ? ഭാഗ്യം കൊണ്ട് അവനൊന്നും പറ്റിയില്ല.
പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അവന്റെ നേർക്ക് ചെറുവെല്ലെങ്കിലും നിങ്ങൾ അനക്കിയിട്ടുണ്ടെങ്കിൽ ഈ ലക്ഷ്മിയുടെ മറ്റൊരു മുഖം നിങ്ങൾ കണ്ടുവരും. അപ്പോഴേക്ക് വേണു പറഞ്ഞു, നീ എന്ത് ചെയ്യൂടി? എന്ത് ചെയ്യുന്നോ അപ്പം നമുക്ക് കാണാം എന്ത് ചെയ്യുമെന്ന്. കാരണം നിങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടാക്കാൻ ഞാൻ വന്നില്ല. കുറെ കാലം നിങ്ങളുടെ ഭാര്യയായിട്ട് ഞാൻ കഴിഞ്ഞല്ലേ, ആ പദവിയിലിരുന്ന ആളല്ലേ. നിങ്ങളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന. ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് നിങ്ങളുടെ ജീവിതത്തിലെ കാർമേഘമൊക്കെ ഒഴിഞ്ഞുപോയത്. അത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ രണ്ടുപേരും ഒന്നിച്ചൊരു ജീവിതം തുടങ്ങുകയും ചെയ്തു. പക്ഷേങ്കില് ഞാൻ നിങ്ങളെ ചതിച്ചെന്നാണ് പറയണേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഞാൻ ചതിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ചതിച്ച നിങ്ങളുടെ അമ്മയാന്ന് പറയണ, പെറ്റമ്മ നിങ്ങളെ മായാവതിയാന്ന് പറയണ. എന്റെ അമ്മ മായാവതിയോ? അതെ. അവരിന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അവരാ കാര്യങ്ങളൊക്കെ പറഞ്ഞേരം. ഞാൻ എല്ലാ സത്യങ്ങളും അവരോട് ആദ്യമേ തുറന്നു പറഞ്ഞ, എനിക്കൊരു മോനുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞതാ. എല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നേ. അവര് പറഞ്ഞ് നിങ്ങളോട് പറയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് പറഞ്ഞില്ല. ഒടുവില് അവരത് പറയാതെ മൂടി വെച്ചു. അങ്ങനെയാണെങ്കിൽ ദേ ഞാൻ നിങ്ങളോട് ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒന്നാം പ്രതി ആരാന്നറിയായിരിക്കുവോ? നിങ്ങളുടെ അമ്മ മായാവതി തന്നെയാ. ഞാൻ വെറും കൂട്ടുപ്രതി മാത്രമായിട്ടുള്ളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ വേണു പറഞ്ഞു, പുതിയ നാടകമായിട്ട് നീ ഇറങ്ങി തിരിച്ചിരിക്കണോ? ആയിക്കോട്ടെ, നാടകം ഒന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മൂർത്തി ഉണ്ടല്ലോ, മൂർത്തിയോട് തന്നെ ചോദിച്ചു നോക്ക്. മൂർത്തിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാ. ഞാൻ നിങ്ങളോടായിട്ടൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയണമെന്ന് പറഞ്ഞ നിങ്ങളുടെ അമ്മ സമ്മതിക്കാത്തതുകൊണ്ട് മാത്രം. പക്ഷെ നിങ്ങളുടെ അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളെ ചതിക്കും? നിങ്ങളുടെ കൂടെ കൂടിയതിന് ശേഷം നിങ്ങളുടെ ഭാര്യയായിട്ട് മാത്രമേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ മകൾക്ക് വേണ്ടി മാത്രമേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. എൻ്റെ സ്വന്തം മകനെ കാണാൻ പോയിട്ടില്ല. അവന് ഉണ്ടോ ഉടുത്തോ എന്നൊക്കെ ഞാൻ അന്വേഷിക്കാനും പോയിട്ടില്ല. നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുക, നിങ്ങളുടെ സന്തോഷം, അതായിരുന്നു എനിക്ക് എല്ലാത്തിനേക്കാളും വലുത്. നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ജീവിച്ചിട്ടുള്ളൂ. എപ്പോഴും ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. എൻ്റെ മകന് വേണ്ടിയിട്ട് പോലും അത്ര ഇതായിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല. അങ്ങനെയുള്ള എന്നെയാണ് നിങ്ങളിവിടെ നാട്ടി ഇറക്കിയത്. എൻ്റെ മോനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാണ്ടല്ലോ, ഇനി ഞാൻ വെറുതെ ഇരിക്കില്ല. ആയ കാലത്ത് അവനൊരു സ്നേഹം കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല. കാരണം നിങ്ങളോടും കുടുംബത്തോടുമുള്ള ആ ഒരു ആത്മാർത്ഥം കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്നാലോ, അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മാത്രം നോക്കി ഒടുവിൽ അതിനുള്ള തിരിച്ചടി എനിക്ക് കിട്ടുകയും ചെയ്തു. പക്ഷേ ഇനി വേണുവേട്ടാ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേണു ഒരു നിമിഷം ഞെട്ടിപ്പോയി. വേണു ഇതൊന്നും പ്രതീക്ഷ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളത്. ഇന്ന് അവന്റെ ദേഹത്തൊരു പോറൽ വീണിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ വേണുവേട്ടനാണ്. ദേ അങ്ങനെ എന്തെങ്കിലും ഇനിയും കൂടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയതാ. പക്ഷെ ഞാനാണ് അവനെ തടഞ്ഞു വെച്ചത്. അറിയാലോ, അവൻ വന്നിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നവും. നിങ്ങൾക്കൊരു ശല്യം വേണ്ട ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. പിന്നെ നിങ്ങൾ എന്നെ വേട്ടയാടി പിടിക്കേണ്ട കാര്യമില്ല. അതൊക്കെ പറഞ്ഞിട്ട് വേണുവിനെ അങ്ങനെ വലിച്ചു പൊളിച്ച് അടുക്കിയിട്ട് ലക്ഷ്മിയമ്മ തിരികെ പോകാനിട്ട് ഒരുങ്ങുമ്പത്തേനാണ് മയൂരി അങ്ങോട്ടേക്ക് വരുന്നത്. അമ്മയെന്നൊരു വിളിയച്ച കേട്ടെ ലക്ഷ്മിയമ്മ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും മയൂരിയ. ലക്ഷ്മിയമ്മയ്ക്ക് മുന്നോട്ട് കാല് ചലിച്ചില്ല. ലക്ഷ്മി അമ്മ അറിയാതെ അങ്ങോട്ട് സ്റ്റക്കായി പോയതുപോലെ ആയിപ്പോയി. അപ്പോഴേക്കും മയൂരി ഓടി അങ്ങോട്ട് വന്നു. ദേ അമ്മക്കുട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ്. അമ്മ ഇവിടെ വന്നിട്ട് പോവണ? അമ്മ കേറുന്നില്ലേ ഭാമയെന്ന് പറയണം. ഇല്ല മോളെ, എനിക്ക് പോണെന്ന് പറയാ. ആഹാ, ഇതാപ്പ ശരിയായത്. അമ്മ പോവണ്ടമ്മേ, ഇവിടെ നിക്കമ്മേ എന്നൊക്കെ പറഞ്ഞു. അത് ശരിയാവില്ല, നിനക്കറിയാലോ മോളെ. ഞാനിവിടെ എന്താ ശരിയാകത്തില്ല. എനിക്ക് ആരോരും ഇല്ലാത്ത സമയത്ത് ഞാൻ ഉപേക്ഷിച്ചിട്ട് വന്ന എൻ്റെ മകൻ മാത്രം എനിക്ക് കൂട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ അവനോടൊപ്പം നാളെ എനിക്ക് അവനെ സംരക്ഷിക്കണം. അല്ല എന്താ അമ്മേ, അമ്മയ്ക്കിത് എന്ത് പറ്റി? പിന്നീട് ലക്ഷ്മി അമ്മ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് മയൂരിക്ക് സഹിച്ചില്ല. മയൂരിക്കും ഭയങ്കര സങ്കടമായി. ലക്ഷ്മി അമ്മ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും മയൂരി നേരെ പെണ്ണിന്റെ അടുത്തേക്ക് വന്നു. അച്ഛനെ ചെയ്ത് ഒട്ടും ശരിയായില്ല കേട്ടോ. സേതുവേട്ടനെ എനിക്കറിയാം, പാവ ഏട്ടനാ. ആ ഏട്ടന്റെ സ്നേഹം കിട്ടാനായിട്ട് ഒരു പെങ്ങളെന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അച്ഛൻ ഇനി അതിന് മുതിർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം എൻ്റെ ഏട്ടനോടൊപ്പം അങ്ങോട്ട് പോയെന്നിരിക്കും. ഇനി എൻ്റെ ഏട്ടനെ ഉപദ്രവിച്ചാണ്ടല്ലോ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല മയൂരി പ്രതികരിക്കുന്നത്. ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സെക്കൻഡിൽ തന്നെ എൻ്റെ അമ്മയോടൊപ്പം ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു താക്കീത് പോലെ പറഞ്ഞിട്ട് മയൂരി അങ്ങോട്ട് കയറിപ്പോയി. ആകെപ്പാടെ ടെൻഷനായിപ്പോയി വേണു ഇത്രയ്ക്ക് പ്രതീക്ഷ കാര്യമായിരുന്നില്ല. ആ സമയം ഇന്ദ്രൻ പ്രതാപനെ കാണാൻ പോയി. പ്രതാപനെ കണ്ടിട്ട് പ്രതാപനോട് കാര്യങ്ങളൊക്കെ പറയണം. എടാ പ്രതാപ, എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. എന്ത്? അതെ, അവരെ രണ്ടുപേരും തമ്മിൽ ആ ലക്ഷ്മിയമ്മയും പൂർണ്ണിയമ്മയും തമ്മിൽ തെറ്റിക്കണം. അതിനുള്ള എന്തെങ്കിലും ഒരു മാർഗം എനിക്ക് പറഞ്ഞുണ്ടെന്ന് പറയണേ. ഇതിട്ട് പ്രതാപൻ പറഞ്ഞു, അതിനെന്താ ഇന്ദ്ര, അങ്ങനെ തെറ്റിക്കേണ്ട കാര്യം എന്താ? അതൊക്കെ ഉണ്ട്, നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറയണം. അതിന് നീയുള്ള മാർഗം പറഞ്ഞുണ്ടെന്ന് പറയണം. അപ്പൊ പുതിയ പ്ലാനും പദ്ധതികളും ഒക്കെ ആയിട്ട്
ഇന്ദ്രൻ നീങ്ങാൻ തുടങ്ങുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ ഇന്ദ്രനാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ സേതുവൊക്കെ അറിയും. അങ്ങനെ വന്നാൽ പിന്നെ വെറുതെ വിടുവോ ഇന്ദ്രനെ? ചുരുട്ടി കൂട്ടുക തന്നെ ചെയ്യും. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.